5-ാം തീയതി ആയിരുന്നു കേട്ടോ കുഞ്ചുവിൻ്റെ സ്കൂൾ തുറന്നത്. ഇത് 4-ാം തീയതിയിലത്തെ വീഡിയോ ആണ്. ഒരു ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാം ഞാൻ തലേ ദിവസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹറിബറിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ആദ്യം തന്നെ കൊണ്ടുപോയി അവൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തു. അവനൊന്ന് കുറച്ച് മുടി വളർന്ന് കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് മുടി വളർത്തിയതാണ് കേട്ടോ. കാര്യം എപ്പോഴും ഇങ്ങനെ പറ്റ കട്ട് ചെയ്താണ് നിർത്താറുള്ളത്. അപ്പോൾ സ്കൂൾ തുറക്കാറായപ്പോഴത്തേക്കും സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബുക്സ് എല്ലാം റാപ്പ് ചെയ്തത് തലേ ദിവസം ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, നമുക്കിപ്പം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ ബിസിനസ്സൊക്കെ ഉള്ളത് കൊണ്ടും സ്റ്റിക്കറൊക്കെ പ്രിൻറ്റ് ചെയ്യേണ്ടത് കൊണ്ടും അവൻ്റെ നെയിൽ സ്ലിപ്പ് എനിക്ക് സ്വന്തമായിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ടുള്ള നെയിൽ സ്ലിപ്പൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തത് ബുക്സ് എല്ലാം റാപ്പ് ചെയ്തിട്ട് അതിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബുക്സ് എല്ലാം നമ്മൾ ബ്ലൂ കളറിലെ പേപ്പർ കൊണ്ടിട്ടാണ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ബ്രൗൺ പേപ്പർ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. ഇതാണ് അവൻ്റെ നെയിം സ്ലിപ്പ്. നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചും കൂടെ ഞാൻ നെയിം സ്ലിപ്പ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവനൊരു ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു കേട്ടോ. അതും അത് ഈ സ്കൂളും തുറന്ന് വരുമ്പോഴത്തേക്കും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തലേദിവസമാണ് അതും ഇരുന്ന് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇത് കുഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. നിങ്ങളെൻ്റെ മുഖം ശ്രദ്ധിച്ചോ, ഭയങ്കര ടാൻ അടിച്ചിരിക്കും കേട്ടോ. കാര്യം ഈ ദിവസങ്ങളിൽ മുഴുവൻ ഒറ്റ വെയിൽ കൊള്ളാണ്ട് മുഴുവൻ ഞാൻ കൊണ്ടിട്ടുണ്ട്. 2 ദിവസം വീട്ടിലിരുന്നാൽ മാറും, എങ്കിലും മുഖം നല്ലപോലെ ടാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് കുഞ്ചുവിന് കൊടുത്തിടാൻ വേണ്ടിയിട്ട്. ഒരു 2-3 റോസ് പോലത്തെ ഫ്ലവേഴ്സും പിന്നെ സാധാരണ 1-2 ഫ്ലവേഴ്സും കൂടെ ചെയ്തിട്ട്, കാര്യം ഇതിനൊക്കെ സമയം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം കുഞ്ചു സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ആൾക്ക് പഴയൊരു ഉത്സാഹമൊന്നുമില്ല കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടി. നേരത്തെ ഭയങ്കര ഉത്സാഹമായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. അവൻ്റെ പ്രധാന പ്രശ്നം രാത്രിയിലൊക്കെ ഇരുന്ന് അവൻ ചോദിക്കുന്നത് അവൻ പോയി കഴിയുമ്പോൾ ഞാൻ ചെടി നടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നീ പോയിട്ട് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അമ്മ ചെടി നടത്തുള്ളൂ. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സങ്കടമാണോ എന്നറിയത്തില്ല. എന്തായാലും അവിടെ ചെന്ന് ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ അത് മാറുമെന്ന് വിചാരിക്കുന്നു.